വെള്ളം കുടിക്കാണോ കാർത്തിയേട്ടൻ? വെള്ളം കുടിപ്പിച്ച് കളഞ്ഞില്ലേ അവള്? ഒരു പെരുമഴ പെയ്തു തോർന്നതുപോലെ. എന്റെ മീനാക്ഷി, ഇവിടെ നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ നടന്നത് എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറയട്ടെ. മീനാക്ഷി പറ. ഞാൻ വൈകുമോളെ ഉറക്കുന്ന തക്കം നോക്കി അവൾ ഈ മുറിയിലോട്ട് വന്ന് കയറി. എന്നിട്ട് എന്റെ ഡ്രസ് ഇട്ട് ഇവിടെ പതുങ്ങി നിന്നു. ചെറിയ ബൾബിന്റെ വെളിച്ചത്തിൽ മുറിയിൽ നിൽക്കുന്നത് ഞാനാണെന്ന് കാർത്തിയേട്ടൻ തെറ്റിദ്ധരിച്ചു. ഞാൻ സാധാരണ മീനാക്ഷിയോട് ചെയ്യുന്നത് പോലെ പിറകെ കൂടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവള് മനഃപൂർവ്വം കാർത്തിയേട്ടനെ നാണം കെടുത്തിയിട്ട് നമ്മളെ തമ്മിൽ അകറ്റാൻ ഒരു ശ്രമം നടത്തിയതാ. പക്ഷെ അത് സക്സസ് ആയില്ല. ഇങ്ങനെ സ്ത്രീകളുണ്ടോ? സ്ത്രീയും പുരുഷനെയും വേർതിരിച്ച് കാണണ്ട. ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോന്ന് ചോദിച്ചാ മതി. ഉണ്ട്, ഇങ്ങനത്തെ മനുഷ്യരും ഉണ്ട്. മീനാക്ഷിയുടെ ആദ്യത്തെ വിരട്ടൊക്കെ കേട്ടപ്പോ ഞാനൊന്ന് പേടിച്ചുപോയി. എന്നാലും എന്റെ മാളു എന്നെ വിശ്വസിച്ചല്ലോ. ഈ മുറിയിൽ എനിക്ക് 2 നിധികളാ ഉള്ളത്. ആ രണ്ടും എന്റെ ഹൃദയത്തിലെ വിഗ്രഹങ്ങളാ. പൂജിക്കുന്ന വിഗ്രഹങ്ങളെ ആരെങ്കിലും അവിശ്വസിക്കോ? ഒന്ന് ഞാനാണെന്ന് മനസ്സിലായി. ആ രണ്ടാമത്തെ നിധി ഏതാ? ഞാൻ നോക്ക്, എന്റെ അമ്പാടിക്കണ്ണൻ. ഭഗവാനാ എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത്. ഇവര് വീണ്ടും ഇണക്കുരുവികളായി. മൈഥിലി എന്ന പരുന്ത് പറന്നും പോയി. അവളെ വീട്ടിൽ നിന്ന് പോയതോടെ ഈ വീട്ടിൽ നിന്ന് കൊടുങ്കാറ്റുമില്ല, വെള്ളിടിയുമില്ല. കഷ്ടം. വൈശാഖേ, 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 വാതില് തുറക്ക്. വൈശാഖേ, ആരാ ഈ നേരത്തെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട്? എന്തൊരു ശല്യായത്. വൈശാഖേ, എടാ എടാ, ഒന്ന് തുറക്ക് വാതില്. വരുന്നു. വൈശാഖേ, ഇതാരാ, മൈഥിലിയോ അതോ നിന്റെ പ്രേതോ? ഞാൻ പ്രേതമൊന്നുമല്ല, ഞാൻ മൈഥിലി തന്നെയാ. ഓ ആണോ? നീ എന്താ ഈ പാതിരാത്രിയിൽ ഇവിടെ? പാതിരാത്രിയൊന്നും ആയിട്ടില്ല. ഈ കള്ളു ഓടിച്ച് പൂസായതുകൊണ്ട് നിനക്ക് തോന്നുന്നതാ. ഓ, നീ ഇങ്ങോട്ട് വാ. നിക്ക് നിക്ക് നിക്ക്. അല്ല, നീ എന്തുകൊണ്ട് ഇപ്പൊ വന്നൂന്ന് എനിക്കറിയണം. എന്നിട്ടേ അകത്തോട്ട് കയറിയാ മതി. പറ, എന്താ ഇപ്പോ വന്നത്? എന്നെ അവര് ചെമ്പകമംഗലത്തുനിന്ന് അടിച്ചിറക്കി വിട്ടണം. അടിച്ചിറക്കി വിട്ടുന്നോ? എന്ത് കാര്യത്തിന്? എന്ത് കാര്യം കൊണ്ടാ നിന്നെ അവര് പറഞ്ഞു വിട്ടേന്ന്? എന്തടി, നിനക്ക് നാക്കില്ലേ? ഞാൻ നടന്ന കാര്യങ്ങൾ പറയണം. പറഞ്ഞേ പറ്റൂ. എനിക്കറിയണം. നീ എന്തിനാ മീനാക്ഷിയുടെ ഡ്രസ് എടുത്തിട്ട് നിന്നത്? അത് തന്ത്രത്തോടെ താക്കോലെടുക്കാൻ. തന്ത്രത്തോടെ താക്കോലെടുക്കാൻ നീ ആരാ, മന്ത്രവാദിയോ?
നിന്റെ തന്ത്രവും മന്ത്രവും കുതന്ത്രവും ഒക്കെ എനിക്ക് മനസ്സിലായടി. ആ കാർത്തിക്കിനെ മോഹിപ്പിക്കാനല്ലടി നീ ആ മീനാക്ഷിയുടെ വേഷം ഇട്ടോണ്ട് നിന്നത്. എന്തൊക്കെ വൃത്തികേടാ വൈശാഖ് നീ പറയുന്നത്? ഞാൻ പറയുന്നത് പച്ചയായ സത്യം. നിന്റെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാം നീ ഒളിപ്പിച്ചു വെക്കുന്ന സത്യങ്ങൾ. വൈശാഖ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ കാര്യമൊക്കെ നമുക്ക് പിന്നത്തേക്ക് വെക്കാം. നീ എന്തിനാ ചെമ്പകമംഗലത്ത് പോയി നിന്നത്? എന്തിനാ നിന്നെ ഞാൻ ചെമ്പകമംഗലത്തേക്ക് വിട്ടത്? അത് ഉടവാൾ അവിടെ നിന്ന് എടുക്ക. അല്ലാതെ കാർത്തിയുടെ പിറകെ കിന്നാരം പാടി നടക്കാനല്ല. ആ വാളെടുത്ത് കൊടുക്കാന്നും പറഞ്ഞ് ആ ഇന്ദ്രജയുടെ കയ്യിൽ നിന്ന് പലവട്ടം അഡ്വാൻസ് വാങ്ങിച്ച് പുട്ടടിച്ച് തീർക്കാൻ ഞാൻ. ഉടവാള് കൊടുത്തില്ലെങ്കിൽ ഒരു പടവാളിഞ്ഞ അവര് എന്റെയും നിന്റെയും തല വെട്ടും. ഞാൻ ഉടനെ ഒരു ദുർമരണം ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നീയല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കണം. ആ അതുകൊണ്ട് പിച്ചി മാന്തി പെൻസിലിന് കുത്തി എന്നീ സെന്റിമെന്റ്സും കൊണ്ട് നീ ഇങ്ങോട്ട് വരണ്ട. ആരെ കൊന്നിട്ടാണെങ്കിലും ആ വാളും കൊണ്ട് ഇങ്ങോട്ട് വന്നാ മതി. വാള് കിട്ടിയില്ലെങ്കിൽ എന്നെ അവര് കൊല്ലുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. കേട്ടോടി? ഓടി. ചെല്ല്, ചെന്ന് ആ വാളുമായിട്ട് വാ. വൈശാഖ്, അയ്യോ, മീനാക്ഷി, മീനാക്ഷി, നീ എന്താ ഉറങ്ങാത്തെ? ഉറക്കം വരുന്നില്ല. ഉറക്കം വരുന്നില്ലെന്നോ? നേരെ ഒത്തിരിയായി മീനാക്ഷി, വന്നു കിടന്ന് ഉറങ്ങ. സത്യത്തിൽ ഇന്ന് സന്തോഷത്തോടെ കിടന്നുറങ്ങേണ്ട ദിവസമല്ലേ? ചെമ്പകമംഗലത്ത് ഒരു ശുദ്ധി കലശം നടന്ന ദിവസം. ഞാൻ തന്നെ വലിച്ചുകൊണ്ടുവന്ന് ഈ വീടിനൊരു തലവേദനയാക്കി മാറ്റിയ മൈഥിലി, അവളുടെ ശല്യം ഒഴിഞ്ഞു കിട്ടിയില്ലേ? എവിടെ? അവളങ്ങനെ പോകുന്നാണോ കാർത്തിയേട്ടൻ കരുതിയിരിക്കുന്നത്? ഇത്രയും നാളായിട്ടും ഒരു പോലീസ് ഓഫീസറായി കാർത്തിയേട്ടൻ അവളെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അവൾ അങ്ങനെയൊന്നും പോവില്ല കാർത്തിയേട്ട. അവൾ ഇനിയും തിരിച്ചു വരും. ഏയ്, ഇനി അവള് വരില്ല. വരും. എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? എന്റെ മനസ്സ് പറയുന്നു അവള് തിരിച്ചു വരുമെന്ന്. എന്റെ മീനാക്ഷി, നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. മനസ്സിൽ എന്ത് ചിന്തിക്കുന്നോ അങ്ങനെ സംഭവിക്കുന്ന സൈക്കോളജി. ആ ശല്യം ഒഴിഞ്ഞുപോയ സന്തോഷത്തില് ഇന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാന്നാ ഞാൻ വിചാരിച്ചത്. അപ്പോ നീ ഇങ്ങനെ പറഞ്ഞ... കാർത്തിയേട്ടൻ അങ്ങനെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. കാർത്തിയേട്ടൻ പോയി ഉറങ്ങിക്കോ. നീ ഇങ്ങനെ ഇവിടെ ഉറങ്ങാതെ നിൽക്കുമ്പോ
സാരക്കാരിയല്ല. പക മൂത്ത് നടക്കുന്ന ഒരു മൂർഖം പാമ്പ. അവൾ അങ്ങനൊന്നും പോവില്ല. അവൾ കടിച്ചേ അടങ്ങും. അവളുടെ കൂടെ വൈശാഖ് മാത്രമല്ല, ചെമ്പകമംഗലത്തോട് ശത്രുതയുള്ള എല്ലാവരും അണിചേർന്നിട്ടുണ്ട്. അത് ഉറപ്പാ. എനിക്ക് എന്തായാലും ഉറക്കം വരില്ല. കാർത്തേട്ടൻ ലൈറ്റ് അണച്ചു കിടന്നു. ആ പറഞ്ഞോ മേഡം. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എന്തായി? ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ് മേഡം. നമ്മുടെ അടുത്ത കരു വീഴാനുള്ള കളം ഒരുങ്ങിക്കഴിഞ്ഞു. മേഡം ഹാപ്പി ആയിട്ടിരുന്നോ? ഐ ആം വെരി വെരി ഹാപ്പി. ദൗത്യത്തിന്റെ ചുമതല മിസ്റ്റർ ആനന്ദഗോപനല്ലേ? അത് ഞാൻ ഭംഗിയായിട്ട് നിറവേറ്റും മേഡം, ഉറപ്പ്. ശരി. ഓക്കെ മേഡം. ഇനിയൊന്നും പറയാനില്ലല്ലോ അല്ലേ? ഇനി എന്ത് പറയാൻ? എനിക്ക് മുകളിലുള്ള പലരും എന്റെ കൂടെയുണ്ട്. പിന്നെ ഞാനതിന് പേടിക്കണം? ഇക്കാര്യത്തിൽ ആർക്കും ഒരു ഭയവും വേണ്ട. ദേ ഞാൻ പറഞ്ഞ ആള് വന്നെത്തി. സാർ ആളെ കണ്ടൊന്ന് ഞെട്ടും. സാറിന്റെ സുപ്പീരിയറിന് ഇവനെ തന്നെ വേണമെന്ന് നിർബന്ധം. പക്ഷേ ആ സെല്ല് തന്നെ. ഏയ് ആ സെല്ല് തന്നെ വേണം സാർ, ഇല്ലേ പണി നടക്കില്ല. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇപ്പൊ പുറത്തിറങ്ങിയതേ ഉള്ളൂ. ഒരു ചെറിയ ഒരു കാത്തേക്കുത്ത്, ഒരു കൊച്ചു പിറ്റാത്തിക്കേ. സാർ ഇനിയും എന്നെ മനസ്സിലായില്ലെന്ന് പറയരുത്. ഞാനാ ബ്ലേഡ് ബാബു. വരതാലോ വെച്ച് കേറിക്കോടാ. നിന്റെ അപ്പൻ ഉണ്ടാക്കിയതല്ലേ ഇവിടുത്തെ ജയില്. ശരി സാറേ, കാണാം. എന്താ ഒന്നും മിണ്ടാത്തെ?
ജയറാം സാറല്ലേ? ആ ചെമ്പകമംഗലത്തെ ഭാര്യ കൊന്ന കേസിലെ പ്രതി. ഞാനും ആ വകുപ്പിൽപ്പെട്ടതാണേ. ഭാര്യ അങ്ങ് താട്ടി. വിശ്വാസവഞ്ചനെന്ന്. വിശ്വാസവഞ്ചന കാണിച്ച ഭാര്യയെ അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? എന്റെ പേര് ബാബു. എല്ലാരും ബ്ലേഡ് ബാബു എന്ന് വിളിക്കും. വിശദമായിട്ട് പുറകെ പരിചയപ്പെടാം. നല്ല ക്ഷീണം. ഉറങ്ങട്ടെ, കുറച്ച് ദിവസമായി ഉറങ്ങിയിട്ട്. അയ്യോ, ആ റാസ്കൽ ഇപ്പൊ ഫുഡ് കൊണ്ടുവരും. അപ്പൊ വിളിച്ചോണം കേട്ടാ. എന്റെ പൊന്നനുജത്തി, നിന്നെ വളരെ ക്രൂരമായി കൊന്നവനാ ആ ജയറാം. അവനെ ഞാൻ പരലോകത്തേക്ക് അയക്കുന്നുള്ള എന്റെ പ്രതിജ്ഞ ഇന്ന് നടപ്പിലാവാൻ പോവാ. എനിക്ക് അത്രയും വിലപ്പെട്ടവളായിരുന്നു നീ. ആ നിന്നെയാ അവൻ ഇല്ലാതാക്കിയത്. മനസ്സിനേൽപ്പിച്ച മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. പക്ഷേ അതേപോലെ ക്രൂരമായി ഞാൻ അവനെ കൊല്ലിപ്പിക്കും. നിന്നെ കൊന്നിട്ട് നീ പ്രസവിച്ച നിന്റെ മകളെയും തട്ടിയെടുത്ത് അവനും അവന്റെ ദേവിയും കൂടി സുഖമായിട്ട് ജീവിക്കായിരുന്നു. അത് ഞാൻ സമ്മതിക്കില്ല. ഒന്ന് നിലവിളിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവനെ ഞാൻ പരലോകത്തേക്ക് യാത്രയാക്കും. അത് നിനക്ക് തരാവുന്ന എന്റെ ഏറ്റവും വലിയ സമ്മാനാ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സർ. അമ്മ, രണ്ടുപേർക്ക് സുപ്രഭാതം. സുപ്രഭാതം. വന്നല്ലേ മുത്തച്ഛന്റെ മീനാക്ഷി കൊച്ച്. ആ വാതിൽ തുറന്ന പത്രക്കൊടിഞ്ഞെടുത്തോ. ശരി മുത്തശ്ശ. ഇതെന്താ ഇന്നലെ രാത്രി നീ പോയില്ലേ? അങ്ങനങ്ങ് പോവാൻ പറ്റൂ? അമ്മേ, അമ്മ ഒന്നെങ്കിൽ വന്നേ. നിക്ക്, നീ തള്ളിക്കറി എങ്ങോട്ട് പോവാ? വഴിമാറുന്ന എന്തിനാ? നിന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടല്ലേ? പിന്നെ തള്ളിക്കറി എങ്ങോട്ട് പോവാന്നാ മീനാക്ഷി ചോദിച്ചേ? ചോദിച്ചത് കേട്ടില്ലേ? എന്നെ തല്ലാനും കൊല്ലാനും ഒന്നും വരണ്ട. എന്റെ ഒരു സാധനം ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയി. അതെടുക്കാനാ വന്നത്. അതെടുത്തോണ്ട് ഞാൻ ഉടൻ തന്നെ പോവും. മീനാക്ഷി മോളെ, അവൾ അത് എടുത്തോണ്ട് പൊയ്ക്കോട്ടെ. കണ്ണ് തുറന്ന് എഴുന്നേറ്റതേ ഉള്ളൂ. ചെമ്പകമംഗലത്ത് പട തുടങ്ങിയല്ലോ. ഇത് ചെമ്പകമംഗലമല്ല, പടമംഗലമാണ്. ഇവളെന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇന്നലത്തെ പ്രകടനത്തിൽ വെച്ച്
അവൾ വല്ലതും അവിടെ വെച്ച് പറന്നു കാണും. അവൾ അവിടെ നിന്ന് എടുത്തോണ്ട് വരട്ടെ. നീ പുറകെ പോയി വഴക്കിനൊന്നും പോവണ്ട. എന്താന്ന് വെച്ചാ അവളെടുത്തോണ്ട് പൊയ്ക്കോട്ടെ.